ബിഗ് ബണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഗ്യാങ്സ്റ്റർ ആണ്. അവന്റെ കൺട്രോളിലാണ് ഈ ഒരു ഐലൻഡ് മുഴുവനായിട്ടുള്ളത്. ബിഗ് ബണ്ണിയാണ് ഫിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രഷർ അത് തെരഞ്ഞു പോകാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നത്. കടലിന്റെ ഈ ഭാഗത്ത് പഴയൊരു നിധി കിടക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗോൾഡും വൈരങ്ങളും രത്നങ്ങളും ഒക്കെ വരുന്ന ഒരു നല്ല അടിപൊളി ട്രഷറാണ്. അത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ബിഗ് ബണ്ണിന്റെ അടുത്ത് ഫണ്ടും വാങ്ങിയിട്ട് അവിടെ തെരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോ 8 വർഷം കഴിയാനായിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ആ ഒരു നിധിയുടെ പൊടി പോലും ഇവന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബണ്ണി അവന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചു, അതുകൊണ്ട് മൈക്കേ ഇനി ഒന്നും നോക്കണ്ട, ഇവൻ അങ്ങ് തീർത്തേക്കെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഫിന്നാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റിന്റെ കഷ്ണം പൊക്കി കാണിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു നിധിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിന്റെ കഷ്ണം കണ്ടോ, ആ ഒരു ട്രഷർ കൊണ്ടുവന്നിട്ടുള്ള കപ്പലിൽ ഉണ്ടായിരുന്ന പ്ലേറ്റ് ആണ്, അവരുടെ ഫാമിലി എംബ്ലാണത്. അതിനർത്ഥം എന്താ, ഈ ട്രഷർ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ്. നമ്മൾ ഏകദേശം ആ ഒരു ഏരിയ കൺഫേം ആക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ വെറൊരു പ്ലേറ്റിന്റെ കഷ്ണം കാണിച്ചതുകൊണ്ട് നമ്മുടെ ബിഗ് ബണ്ണി ആണെങ്കിൽ കൺവിൻസ്ഡ് ആവുന്നില്ല. അവനിപ്പോ ഫിന്നിനെ തട്ടിക്കളയാൻ തന്നെ പറയാണ്. ഫിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒരുപാട് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഫിന്നിന്റെ തലമണ്ട നോക്കിയാൽ അടി കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫിന്നിന്റെ ബോധം പോയിട്ടുണ്ട്. പിന്നീട് അവൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കടലിന് നടുക്ക് ഏതോ ഒരു ബോട്ടിന്റെ ഉള്ളിലാണ് ആശാൻ. ഇപ്പൊ മൈക്കാണെങ്കിൽ അവന്റെ നേരെ ഗണ്ണ് ചൂണ്ടി അങ്ങനെ നിൽക്കാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഫിന്ന് പറയാണ്, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നത്? എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നതെന്ന് എന്നൊക്കെ അവനിങ്ങനെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ ഇപ്പൊ മനസ്സിലായി, ആ ഒരു നിധി എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കൺവിൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഒഴിവാക്കിയിട്ട് ആ ഒരു നിധി സ്വന്തമായിട്ട് എടുക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു മികച്ച ഡൈവർ ഇല്ലാതെ ആ ഒരു നിധി നിങ്ങൾക്ക് ഒരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഈ ഒരു കടലില് ഒരു ഇഞ്ച് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൈല് മിസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ അറിയുന്ന എന്നെ പോലെ ഒരു ഡൈവറിനെ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാൾസ് ഫിന്നിന്റെ കാലിലേക്ക് ഒരു ചങ്ങലയില്